സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കൃഷ്ണ ഗായത്രിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പൂതനയുടെ കഥയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാൻ ശ്രീകൃഷ്ണനെ വധിക്കാനായിട്ട് വന്ന രാക്ഷസിയാണ് പൂതന. ആ പൂതനയ്ക്ക് ഒരു പൂർവ്വജന്മ കഥയുണ്ട്. ആ കഥയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പൊ കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പൂതനയുടെ കഥ തുടങ്ങുന്നത് ഭഗവാന്റെ ശ്രീകൃഷ്ണ അവതാരത്തിനും മുൻപാണ്. വളരെ ആശ്ചര്യം എന്ന് പറയട്ടെ, ഈ പൂതനയ്ക്ക് നമ്മുടെ മഹാബലി ചക്രവർത്തിയുമായിട്ട് വളരെ അടുത്തൊരു ബന്ധമുണ്ട്. അതായത് ഭഗവാന്റെ വാമനാവതാരം തൊട്ടുള്ള കഥയാണ് പൂതനയുടെ കഥ എന്ന് പറയുന്നത്. മഹാവിഷ്ണു ഭക്തനായ പ്രഹ്ലാദൻ, അതായത് ഭഗവാൻ നരസിംഹ രൂപമെടുത്ത് രക്ഷിച്ച ഭക്തനാണ് പ്രഹ്ലാദൻ. മഹാവിഷ്ണു ഭക്തനായ പ്രഹ്ലാദന്റെ മകനാണ് വിരോചനൻ. വിരോചനന്റെ മകനാണ് ആര്? മഹാബലി ചക്രവർത്തി. അതായത് നമുക്ക് പറയാം, മഹാബലി ചക്രവർത്തി എന്ന് പറയുന്നത് പ്രഹ്ലാദന്റെ കൊച്ചുമകനാണ് എന്ന്. പ്രഹ്ലാദനാണ് മഹാബലി ചക്രവർത്തിയുടെ മുത്തച്ഛൻ. അപ്പോ മഹാബലി ചക്രവർത്തിയും ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വളരെ വലിയൊരു അഗാധമായിട്ടുള്ളൊരു ഭക്തൻ തന്നെയാണ്. മഹാബലി ചക്രവർത്തിയുടെ അച്ഛന്റെ പേരാണ് വിരോചനൻ, അമ്മയുടെ പേരാണ് വിശാലാക്ഷി, മുത്തശ്ശനാണ് ആര്? പ്രഹ്ലാദൻ. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഭഗവാന്റെ ദശാവതാരത്തിലെ 5ാമത്തെ അവതാരമായ, അതായത് മത്സ്യം, കൂർമ്മം, വരാഹം, നരസിംഹം, വാമനൻ. വാമന അവതാരമാണ് ഭഗവാന്റെ 5ാമത്തെ അവതാരം. വാമന അവതാരം എടുക്കുന്നത് തന്നെ മഹാബലി ചക്രവർത്തിയെ സുതലം എന്ന് പറയുന്ന ഒരു ലോകത്തിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയാണ്. അപ്പോ ഭഗവാൻ മഹാവിഷ്ണു വാമന രൂപം സ്വീകരിച്ച് മഹാബലി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തുന്ന സമയമാണ്. അതിമനോഹരമായിട്ടുള്ള ബാലക രൂപമാണ് അത്. അത്ര തേജസ്സുള്ള ഒരു ബാലക രൂപമാണ് വാമന അവതാര രൂപം എന്ന് പറയുന്നത്. അങ്ങനെ ഭഗവാൻ മഹാവിഷ്ണു വാമന അവതാര രൂപം സ്വീകരിച്ച് മഹാബലി ചക്രവർത്തിയുടെ കൊട്ടാരത്തിൽ എത്തുന്നത് കാണുകയാണ് ആര്? മഹാബലി ചക്രവർത്തിയുടെ മകളായ രത്നമാല എന്ന് പറയുന്ന അതിസുന്ദരിയായ സൽസ്വഭാവിയായിട്ടുള്ളൊരു പെൺകുട്ടി. അത്ര നല്ല സ്വഭാവത്തിന് ഉടമയാണ് രത്നമാല. രത്നമാലയ്ക്ക് വാമനമൂർത്തി അവതാരം കാണുന്ന മാത്രയിൽ തന്നെ രത്നമാലയുടെ ഉള്ളില് ഒരു മാതൃസ്നേഹമാണ് ഉണ്ടാവുന്നത്. രത്നമാലയ്ക്ക് വടുവരൂപിയായ ഭഗവാൻ മഹാവിഷ്ണുവിന്റെ വാമന അവതാര രൂപം കാണുന്ന മാത്രയിൽ തന്നെ തോന്നുകയാണത്രേ, ഇതേപോലത്തെ ഒരു കുഞ്ഞിനെ എനിക്ക് മുലയൂട്ടാൻ സാധിച്ചെങ്കിൽ, എനിക്ക് എൻ്റെ മാതൃവാത്സല്യം പകർന്നു കൊടുക്കാൻ സാധിച്ചെങ്കിൽ എന്ന് ആ ഒരു മോഹം തോന്നുകയാണത്രേ. അത്ര മനോഹരമായിട്ടുള്ള, അത്ര തേജസ്സോടു കൂടെയുള്ള ഭഗവാന്റെ ആ രൂപം കാണുമ്പോൾ ഒന്ന് മടിയിലൊക്കെ ഇരുത്തി മുലയൂട്ടാനും ഒന്ന് തലമാടി കൊടുക്കാനൊക്കെ തോന്നുകയാണ് ആർക്ക്? മഹാബലി ചക്രവർത്തിയുടെ മകളായ രത്നമാലയ്ക്ക്. അങ്ങനെ രത്നമാല ആ വാമനമൂർത്തിയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അദ്ദേഹം മഹാബലി ചക്രവർത്തിയുടെ അടുത്ത് ചെല്ലുന്നതും അങ്ങനെ 3 അടി മണ്ണ് ദാനമായി ചോദിക്കുന്നതും എല്ലാം ഈ കുട്ടിയെ നോക്കിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഈ കുട്ടിയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ആര്? രത്നമാല. അത്രയും സ്നേഹം കണ്ടുകൊണ്ടിരിക്കും തോറും സ്നേഹം വർദ്ധിച്ചു വരികയാണ് രത്നമാലയുടെ മനസ്സിനുള്ളിൽ. പക്ഷേ അത്രയും നല്ല രാജാവായിരുന്ന തൻ്റെ പിതാവിനെ, ധർമ്മം മുറുകെ പിടിച്ച് മാത്രം ജീവിക്കുന്ന തൻ്റെ പിതാവിനെ, അതായത് അത്ര അസുര രാജാവായിരുന്നിട്ട് പോലും ധർമ്മം വിട്ട് അദ്ദേഹം ഒന്നും തന്നെ ചെയ്തിട്ടില്ല മഹാബലി ചക്രവർത്തി. അത്ര ധർമ്മിഷ്ഠനായ ഒരു രാജാവിനെ ഈ ഒരു ഭൂമിയിൽ നിന്ന് തന്നെ മാറ്റി നിർത്തിയത് കണ്ടപ്പോൾ വാമനമൂർത്തിയോട് രത്നമാലയ്ക്ക് വളരെയധികം ദേഷ്യം തോന്നുകയുണ്ടായി. അങ്ങനെ രത്നമാലയ്ക്ക് ഒരു നിമിഷം ഒരു ചിന്ത വരികയാണത്ര, ഈ ഒരു കുട്ടിയെ ഞാൻ വിഷം കൊടുത്ത് കൊല്ലുകയാണെങ്കിൽ എത്ര നന്നായിരുന്നു. അങ്ങനെയാണെങ്കിൽ എൻ്റെ പിതാവിനെ ഇവിടെ ജീവിച്ചിരിക്കായിരുന്നല്ലോ, എൻ്റെ പിതാവിനെ ഇവിടെ തന്നെ ഞങ്ങളോടൊപ്പം നിൽക്കായിരുന്നല്ലോ എന്നൊരു തോന്നല് ആ കുട്ടിയുടെ മനസ്സിൽ വരികയാണ്. അവിടെയും നമ്മുടെയൊക്കെ പരിപാലകനായ ഭഗവാൻ മഹാവിഷ്ണുവിന് നമ്മുടെയൊക്കെ മനസ്സിൽ എന്താണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ട് അറിയാനായിട്ട് സാധിക്കും അല്ലേ? അപ്പോ രത്നമാലയുടെ മനസ്സിലും എന്തൊക്കെയാണ് കടന്നു പോയത് എന്ന് അദ്ദേഹത്തിന് നല്ല ധാരണയുണ്ടായിരുന്നു. അങ്ങനെ സംഭവങ്ങളെല്ലാം കടന്നുപോയി, കാലങ്ങളെല്ലാം കടന്നുപോയി. ദ്വാപരയുഗം വന്നു. അതായത് കലിയുഗത്തിന് തൊട്ടു മുൻപുള്ള യുഗമാണ് ദ്വാപരയുഗം. കള്ളത്തരത്തിന്റെയും ചതിയുടെയും തട്ടിപ്പിന്റെയും വെട്ടിപ്പിന്റെയും ഒക്കെ ചെറിയ വിത്തുകൾ മുളയ്ക്കുന്ന ഒരു യുഗമായിരുന്നു ദ്വാപരയുഗം. ഭഗവാൻ ശ്രീകൃഷ്ണ അവതാരം എടുത്ത് ലീലകളെല്ലാം ആടിയുലയുന്ന യുഗമായിരുന്നു ദ്വാപരയുഗം. അങ്ങനെ മധുരയിൽ ഉഗ്രസേന മഹാരാജാവ് ഭരിക്കുന്ന സ്ഥലമായിരുന്നു. വളരെ നല്ല രാജാവായിരുന്നു ഉഗ്രസേന മഹാരാജാവ്. പക്ഷേ അദ്ദേഹത്തിന്റെ പുത്രനായ കംസൻ, ദുഷ്ടതയുടെ ഒരു പ്രതിരൂപം തന്നെയായിരുന്നു കംസൻ.
കംസൻ എന്താണ് ചെയ്യുന്നത്? രാജ്യഭരണം തനിക്ക് മാത്രമായി ലഭിക്കാനായി ഉഗ്രസേന മഹാരാജാവിനെ പിടിച്ചുകെട്ടി തടവറയിലാക്കി. അങ്ങനെ കംസന് ഒരു പെങ്ങളുണ്ട്, ഒരു അനിയത്തി. അവരുടെ പേരാണ് ദേവകി. വളരെ നല്ലൊരു സ്ത്രീയായിരുന്നു ദേവകി. അതിസുന്ദരിയായ ഒരു സ്ത്രീയാണ്. മാത്രമല്ല എല്ലാ ഗുണങ്ങൾക്കും അതീതമായിട്ടുള്ള ഒരു സൽസ്വഭാവമേറിയ ഒരു സ്ത്രീയാണ് ദേവകി. അത്രയും ദുഷ്ടനായ കംസന് പക്ഷേ ദേവകിയോട് വളരെ വലിയൊരു വാത്സല്യമായിരുന്നു. തന്റെ സഹോദരിയോട് അത്രയധികം സ്നേഹമായിരുന്നു. അതുകൊണ്ട് തന്നെ സഹോദരിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയെ തന്നെ, അതായത് അവർ സ്നേഹിച്ച വ്യക്തിയെ തന്നെ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. വസുദേവരായിരുന്നു ദേവകിയെ വിവാഹം കഴിച്ച വരൻ. അങ്ങനെ ദേവകിയുടെയും വസുദേവരുടെയും വിവാഹ ദിവസം അവർ വിവാഹമൊക്കെ കഴിഞ്ഞ് ആ മംഗളഹാരമൊക്കെ അണിഞ്ഞ് വരികയായിരുന്നു. കംസന്റെ അകമ്പടിയോടുകൂടിയാണ് വരുന്നത് കംസന്റെ കൊട്ടാരത്തിലേക്ക്. അങ്ങനെ ആ കൊട്ടാരത്തിന്റെ മുന്നിൽ എത്തുന്ന സമയത്താണ് വലിയൊരു അശരീരി കേൾക്കുന്നത്. ആ ഒരു അശരീരിയാണ് ദേവകിയുടെ ഇനിയുള്ള ജീവിതം മുഴുവൻ മാറ്റിമറിച്ച രീതിയിലുള്ള ഒരു അശരീരി. ആ ഒരു അശരീരി എന്നുള്ളത് കംസന് വേണ്ടിയുള്ള ഒരു അശരീരിയായിരുന്നു. ഇങ്ങനെയായിരുന്നു ആ അശരീരി. അതായത് വസുദേവർക്കും ദേവകിക്കും ഉണ്ടാവുന്ന 8ാമത്തെ പുത്രൻ കംസനെ വധിക്കും എന്നതായിരുന്നു ആ ഒരു അശരീരി എന്ന് പറയുന്നത്. സ്വതവേ സ്വാർത്ഥനും ദുഷ്ടനുമായ കംസന് ആ ഒരു അശരീരി കേൾക്കുന്ന മാത്രയിൽ തന്നെ തന്റെ സഹോദരിയോടുള്ള എല്ലാ സ്നേഹവും അവിടെ അവസാനിക്കുകയാണ്. മാത്രമല്ല തന്റെ സഹോദരിയായ ദേവകിയും അവരുടെ ഭർത്താവായ വസുദേവരെയും കാരാഗ്രഹത്തിൽ അടച്ചിടുകയാണ്. നോക്കൂ, ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്ര ക്രൂരതയാണ് കംസൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജന്മം നൽകിയ തന്റെ സ്വന്തം പിതാവിനെ അധികാരമോഹത്തിന്റെ പേരിൽ കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നു. മാത്രമല്ല തന്റെ ഉറ്റ കൂടപ്പിറപ്പ്, അവരെ തന്റെ പ്രാണനെ സ്നേഹിക്കും, തന്നെ അധികം തന്നോടുള്ള സ്നേഹം കൂടി വന്ന് തന്റെ കൂടപ്പിറപ്പിനോടുള്ള സ്നേഹവും മറന്നു, അവരുടെ ജീവിതവും മറന്നു, എല്ലാം മറന്നു. അവരെയും കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു. അങ്ങനെ തുടർന്ന് അവർക്ക് 7 പുത്രന്മാര് ജനിക്കുന്നുണ്ട്. ആ 7 പുത്രന്മാരെയും ജനിച്ച മാത്രയിൽ തന്നെ ജനിച്ച് 5 മിനിറ്റ് 10 മിനിറ്റ് മാത്രയിൽ തന്നെ വധിക്കുകയാണ് ചെയ്യുന്നത് കംസൻ. അങ്ങനെ അതാ ദേവകി 8ാമത്തെ പ്രാവശ്യവും ഗർഭം ധരിക്കുകയാണ്. കംസൻ ഓരോ കുഞ്ഞിനെയും ഇവർ 2 പേരുടെയും മുന്നിൽ വെച്ചായിരിക്കും കൊല്ലുന്നത്. അങ്ങനെ ഓരോ കുഞ്ഞിനെയും കൊല്ലുമ്പോഴും ദേവകി കംസന്റെ കാൽക്കലിൽ വീണ് കരയാറുണ്ടായിരുന്നു. ഒരു കുഞ്ഞിനെങ്കിലും താലോലിക്കാൻ തന്നൂടെ, 8ാമത്തെ പുത്രനല്ലേ വധിക്കുന്നത് അങ്ങേ, 7 കുഞ്ഞുങ്ങളെ എനിക്ക് തന്നൂടെ എന്നൊക്കെ ചോദിച്ച് ദേവകി വളരെയധികം ദയനീയ അവസ്ഥയിൽ കംസനോട് കേണ അപേക്ഷിക്കുകയായിരുന്നു. പക്ഷേ ആ ഒരു സ്ത്രീയുടെ ഒരു വികാരത്തെയോ അല്ലെങ്കിൽ തന്റെ സഹോദരിയുടെ വിഷമത്തെയോ ഒന്നും തന്നെ മാനിക്കാതെയാണ് കംസൻ ഓരോ കുഞ്ഞുങ്ങളെയും വധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ 7 പ്രാവശ്യം കംസൻ ശിശുഹത്യാ പാപം നടത്തിയിരുന്നു. അങ്ങനെ ദേവകി 8ാമത്തെ തവണയും ഗർഭവതിയാവുകയാണ്. ഭഗവാൻ നാരായണന്റെ വളരെ വലിയ ഭക്തയാണ് ദേവകിയും, അത് മാത്രമല്ല വസുദേവരും. അങ്ങനെ ഒരു ദിവസം രാത്രി ഭഗവാൻ നാരായണൻ തന്നെ സ്വയം ഇവർക്ക് ഇരുവർക്കും കാരാഗ്രഹത്തിൽ വെച്ച് ദർശനം നൽകുകയാണ്. മാത്രമല്ല അദ്ദേഹത്തെ ദേവകിയുടെ 8ാമത്തെ പുത്രനായി സ്വീകരിക്കൂ എന്ന് വളരെ വലിയ രീതിയിലുള്ള അഭ്യർത്ഥനയും നടത്തുകയാണ്. നോക്കൂ, എന്തൊരു വലിയ ഭാഗ്യമാണല്ലേ ഒരു സ്ത്രീക്ക് ലഭിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യമാണ് ലോകൈകനാഥനായ ഭഗവാൻ നാരായണനെ തന്റെ സ്വന്തം ഗർഭത്തിൽ ചുമക്കുക എന്നുള്ളത്. പക്ഷേ ഇത് കേൾക്കുന്ന നന്ദഗോപർക്ക് വളരെ വലിയൊരു സംശയം തോന്നുകയാണ്. അതായത് 8ാമത്തെ പുത്രനായി അങ്ങ് ഈ കാരാഗ്രഹത്തിൽ ജനിക്കുകയാണെങ്കിൽ അങ്ങ് ജനിച്ചു എന്ന വിവരം അറിയുന്ന മാത്രയിൽ തന്നെ കംസരാജാവ് വന്ന് അങ്ങേ വധിക്കാൻ ശ്രമിക്കുകയില്ലേ എന്ന്. ഇതിനും ഭഗവാന്റെ കയ്യിൽ തക്കതായ ഒരു പദ്ധതിയുണ്ട്. അദ്ദേഹം വസുദേവർക്ക് വലിയൊരു ആജ്ഞ തന്നെ നൽകുകയാണ്. അതായത് ദേവകിയുടെ പുത്രനായി ഭഗവാൻ നാരായണൻ ജനിക്കുന്ന മാത്രയിൽ തന്നെ ആ ഒരു കാരാഗ്രഹത്തിന്റെ അടുത്ത് നിൽക്കുന്ന എല്ലാ കാവൽക്കാരും ആ കൊട്ടാരവും മധുര നഗരം തന്നെ മയങ്ങി പോവുകയാണ്. അതായത് ഭഗവാന്റെ യോഗമായ എല്ലാവരെയും ബാധിക്കുന്നതാണ്. ആ സമയത്ത് അതായത് ആ മാത്രയിൽ തന്നെ കുഞ്ഞിനെ നേരെ കൊണ്ടുപോയി യമുന നദിക്കരയുടെ അടുത്തുള്ള വൃന്ദാവനത്തിൽ എത്തിക്കേണ്ടതാണ്. അവിടുത്തെ നാട്ടുപ്രമാണിയായ നന്ദഗോപരുടെ ഭാര്യയായ യശോദയ്ക്കും അന്നൊരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടാവും. അദ്ദേഹം ആ കുഞ്ഞിനെ അങ്ങേക്ക് നൽകുന്നതാണ്. ആ കുഞ്ഞ് നമ്മുടെ യോഗമായയാണ്. അങ്ങ് നമ്മെ യശോദ മാതാവിന്റെ അടുത്ത് എത്തിക്കേണ്ടതാണ്.
ഇതായിരുന്നു ഭഗവാന്റെ വലിയൊരു ആജ്ഞ എന്ന് പറയുന്നത്. ഭഗവാന്റെ ഈ വാക്കുകൾ കേട്ട് അതീവ സന്തുഷ്ടരാവുകയാണ് ദേവകിയും വസുദേവരും. അങ്ങനെ ഭഗവാന്റെ ജനനത്തിനായി ഇരുവരും കാത്തിരിക്കുകയാണ്. അങ്ങനെ അതാ ആ സമയമെത്തി. അതിഭീകരമായിട്ടുള്ള ഇരുട്ടേറിയ രാത്രി, അതികഠിനമായി മഴയും മഞ്ഞും കാറ്റും ഒക്കെയുള്ള ഒരു രാത്രിയായിരുന്നു. ദേവകിക്ക് അതാ തന്റെ ഉദരങ്ങളിൽ വളരെ വലിയൊരു വേദന അനുഭവപ്പെടുന്നുണ്ട്. വളരെയധികം കഷ്ടതകൾ സഹിച്ച് ആ കൂരാകൂരി ഇരുട്ടേറിയ രാത്രിയിൽ ദേവകി അതിതേജസ്സുള്ള ഒരു ബാലകന് ജന്മം നൽകുകയാണ്. അവിടെ അതാ കംസനും മറ്റെല്ലാ കാവൽക്കാരും ഭടന്മാരും ഒക്കെ കാത്തു നിൽക്കുകയാണ്. എന്തിനാണ്? ദേവകിയുടെ 8ാമത്തെ പുത്രനെ വധിക്കാനായിട്ട്. പക്ഷേ ഭഗവാന്റെ ഒരു പദ്ധതി എന്ന് പറയുന്നത് വേറെ രീതിയിലായിരുന്നു. ഭഗവാൻ ജനിക്കുന്ന ആ മാത്രയിൽ തന്നെ ഭഗവാന്റെ യോഗമായ എല്ലാവരെയും ബാധിച്ചു. എല്ലാവരും വളരെ വലിയൊരു ദീർഘമയക്കത്തിലേക്ക് തന്നെ പോവുകയാണ്. ഭഗവാൻ ജനിക്കുന്ന മാത്രയിൽ തന്നെ വസുദേവരും ദേവകിയും ഒക്കെ കാണുകയാണ് ആ കാരാഗ്രഹം അതാ തന്നെ തുറക്കുന്നു. എല്ലാ ഭടന്മാരും മയങ്ങിപ്പോകുന്നു. കംസരാജാവടക്കം മയങ്ങിപ്പോവുകയാണ്. അത്രയേറെ തേജസ്സേറിയ ആ ബാലകനെ ഒരു ചെറിയ കൂടയിലാക്കി ഭഗവാന്റെ ആജ്ഞപ്രകാരം തന്നെ നന്ദഗോപർ എങ്ങോട്ടേക്ക് പോവുകയാണ്? വൃന്ദാവനത്തിലേക്ക് പോവുകയാണ്. നന്ദഗോപർ ആവട്ടെ വളരെയധികം ഭയത്തോടെയാണ് ചെയ്യുന്നത്. പക്ഷെ അദ്ദേഹം എന്താണ് പ്രവർത്തിക്കുന്നതെന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാനായിട്ട് സാധിക്കുന്നില്ല. ഭഗവാന്റെ ആ ദിവ്യമായ കരങ്ങൾ അദ്ദേഹത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ അതാ യമുനാ നദിക്കരയിൽ നന്ദഗോപർ നടന്ന് എത്തുകയാണ്. അത്രയേറെ ഇരുട്ടേറിയ രാത്രിയായിരുന്നു അത്. ഒരു തുള്ളി പോലും വെളിച്ചം എവിടെയും കാണാനായിട്ട് സാധിക്കുന്നില്ല. പക്ഷെ നന്ദഗോപർക്ക് ഭയമില്ല. ഭഗവാന്റെ ആ ഒരു വലിയ ശക്തി അദ്ദേഹത്തിന്റെ കൂടെ തന്നെയുണ്ട്. അദ്ദേഹം അതാ യമുനാ നദിക്കരയിൽ എത്തിക്കഴിഞ്ഞു. നദിയാവട്ടെ അത്രയേറെ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കര കവിഞ്ഞ് ഒഴുകുകയാണ്. അദ്ദേഹം തന്റെ പാദങ്ങൾ നദിയിലേക്ക് വെക്കുകയാണ്. അദ്ദേഹം മെല്ലെ 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 നദിയിലൂടെ നടന്ന് നീന്തി പോവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ നടന്ന് ഏകദേശം യമുനാ നദിയുടെ ഒരു നടുക്കായിട്ടുള്ളൊരു ഭാഗത്തിലേക്ക് എത്തുകയാണ്. അപ്പോഴാണ് അതിശക്തമായി മഴ പെയ്യുകയാണ്. അതിശക്തമായിട്ട് തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഭഗവാന്റെ, അതായത് ആ ബാലരൂപം സ്വീകരിച്ച് ഇരിക്കുന്ന ഭഗവാന്റെ ആ ശരീരത്തൊക്കെ വെള്ളം നനയുന്നുണ്ട്. അപ്പോൾ ആരാണ് വരുന്നത്? ഭഗവാന്റെ എന്നും ഭഗവാന്റെ കൂടെ ഉണ്ടാവുന്ന ശേഷനാഗമായ അനന്തൻ ഭഗവാന്റെ മേലെ കുട ചൂടി വരികയാണ്. അത്ര മനോഹരമായിട്ട് 5 തലയോടുകൂടി നിൽക്കുന്ന അനന്തൻ ഭഗവാനെ ഒരു കുടയായി മാറുകയാണ്. അങ്ങനെ മഴ അതിശക്തമായി തന്നെ പെയ്യുകയാണ്. യമുനാ നദി ആവട്ടെ കര കവിഞ്ഞൊഴുകാനായിട്ട് തുടങ്ങി. ഭഗവാനെ തലയിൽ വെച്ചോണ്ടാണല്ലോ വസുദേവർ ഇങ്ങനെ വരുന്നത്. അപ്പോ ഭഗവാന്റെ ആ ഒരു തൃപ്പാദത്തിന്റെ സ്പർശനം ഏൽക്കാനായിട്ട് യമുനാ നദി കൊതിച്ചു പോവുകയാണ്. കര കവിഞ്ഞൊഴുകുന്ന യമുനയെ കണ്ടുകൊണ്ട് ഭഗവാൻ ആ കൂടയുടെ ഉള്ളിൽ നിന്ന് തന്റെ ആ കുഞ്ഞു പാദം, ആ തളിർ പാദം ആ കൂടയുടെ എടുത്തിട്ട് ആ യമുനയെ ഒന്ന് സ്പർശിച്ചു വിട്ടു. ഭഗവാന്റെ കാൽ സ്പർശനം ഏൽക്കുന്ന മാത്രയിൽ തന്നെ യമുന വഴിമാറിപ്പോകുന്ന ആ കാഴ്ചയാണ് ആര് കാണുന്നത്? വസുദേവർ കാണുന്നത്. വസുദേവർക്ക് ആകെ അത്ഭുതം തോന്നുകയാണ്. എന്തോ ഒരു വികാരത്തിൽ ഇങ്ങനെ നടന്നു പോവുകയാണല്ലോ വസുദേവർ. വളരെയധികം കഷ്ടപ്പെട്ടാണ് നടന്നു പോകുന്നത്. കാരണം ഭഗവാനെ ചുമക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് ഭഗവാന്റെ തലയിൽ ചുമന്നുകൊണ്ട് നടക്കുകയാണ് വസുദേവര്. അപ്പോ ഭഗവാന്റെ ആ കാൽ സ്പർശം ഏൽക്കുന്ന മാത്രയിൽ തന്നെ യമുന വഴിമാറി കൊടുക്കുകയാണ് വസുദേവർക്ക്. ഇത് കാണുന്ന വസുദേവർ പിന്നീട് ഒന്നും ചിന്തിക്കുന്നില്ല. വേഗം തന്നെ നടന്ന് വേഗം പോവുകയാണ്. അങ്ങനെ വസുദേവർ വേഗം തന്നെ യമുനാ നദിയെല്ലാം കടന്ന് നന്ദഗോപരുടെ കൊട്ടാരത്തിൽ എത്തി. യശോദാ മാതാവിന്റെ അടുത്തു കിടക്കുന്ന ഭഗവാന്റെ യോഗമായി എടുത്ത് തന്റെ കരങ്ങളിൽ പിടിക്കുകയും മാത്രമല്ല ഉണ്ണിക്കണ്ണനെ ഭഗവാനെ യശോദാ മാതാവിന്റെ അടുത്ത് കടത്തുകയും ചെയ്തു. പിന്നീട് യശോദാ മാതാവിന്റെ കുഞ്ഞുമായി ഇവിടെ മധുരയിൽ കംസന്റെ കൊട്ടാരത്തിൽ കാരാഗ്രഹത്തിന്റെ ഉള്ളിൽ ചെന്ന് എത്തുകയും ചെയ്തു. അങ്ങനെ ഈ സംഭവങ്ങൾക്കൊക്കെ ശേഷം ഭഗവാന്റെ യോഗമായയിൽ നിന്ന് എല്ലാവരും ഉണർന്നു. കംസൻ അങ്ങനെ അറിയുകയാണ് ദേവകി 8ാമത്തെ ഒരു കുഞ്ഞിന് ജന്മം നൽകിയെന്ന്. ആ കുട്ടിയെ കാണാനായിട്ട്, ആ കുട്ടിയെ വധിക്കാനായിട്ട് ആ കാരാഗ്രഹത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് അറിയുന്നത് ദേവകി 8ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയത് ഒരു പെൺകുഞ്ഞായിരുന്നു എന്ന്. ദേവകി കംസന്റെ കാൽക്കല്ലിൽ വീണ കരയുന്നുണ്ട്. ഇതൊരു പെൺകുഞ്ഞല്ലേ, ഈ പെൺകുഞ്ഞ് അങ്ങ് എന്ത് ചെയ്യാനാണ് എന്ന് ചോദിച്ച് കാൽക്കല്ലിൽ വീണ് കരയുന്നുണ്ട്. പക്ഷെ ദേവകിയുടെ വാക്ക് കേൾക്കാതെ യോഗമായ ആ കുഞ്ഞിനെ വധിക്കാനായിട്ട് ശ്രമിക്കുകയാണ് കംസൻ.
അങ്ങനെ ആ കുഞ്ഞിനെ വധിക്കാൻ ശ്രമിക്കുന്ന ആ മാത്രയിൽ തന്നെ ഭഗവാന്റെ യോഗമായ തന്റെ ശരിയായ രൂപം കംസന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മാത്രമല്ല കംസന് വലിയൊരു അറിയിപ്പ് കൊടുത്തു കഴിഞ്ഞു, ഭഗവാൻ ജന്മമെടുത്തു കഴിഞ്ഞു എന്നും ഭഗവാൻ എന്തായാലും ആ ഒരു ജനന ഉദ്ദേശം നടത്തുമെന്നും. അങ്ങനെ കംസന്റെ കയ്യിൽ നിന്ന് യോഗമായ അങ്ങനെ അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇത് കേട്ട് അറിഞ്ഞ കംസൻ വളരെയധികം ഭയപ്പെട്ടു തുടങ്ങി. അദ്ദേഹത്തിന്റെ ജീവനിൽ അദ്ദേഹത്തിന് വളരെ വലിയ ഭയം തോന്നി തുടങ്ങി. പിന്നീട് അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. ഭഗവാൻ ആവട്ടെ എല്ലാ ലീലകളും ആടി യശോദാമ്മയുടെ അടുത്ത് വൃന്ദാവനത്തില് അങ്ങനെ അങ്ങോട്ട് സുഖമായിട്ട് അങ്ങോട്ട് ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്രയും ആ ഒരു ചൈൽഡ്ഹുഡ് എന്നൊക്കെ നമ്മൾ പറയില്ല, അത് അതിന്റെ അത്രയും മനോഹരമായിട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഭഗവാൻ ഇവിടെ. പക്ഷെ ഭഗവാൻ അനേകം എന്താ പറയാ വളരെ വലിയ അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഭഗവാന്റെ ഈ ബാലകൻ വളരെ വലിയ വലിയ അത്ഭുത പ്രവർത്തികളൊക്കെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് എല്ലാവരുടെയും പ്രസിദ്ധമായിട്ട് അത് എല്ലാവരുടെയും പ്രചരിച്ചു കഴിഞ്ഞു. ഈ വാർത്തകളെ കംസന്റെ കാതിലും എത്തി. അപ്പൊ കംസൻ നല്ല ബുദ്ധിശാലിയാണ്. അപ്പൊ കംസനെ അറിയാമായിരുന്നു ഒരു പക്ഷേ ഇത് തന്നെയായിരിക്കും ദേവകിയുടെ 8ാമത്തെ പുത്രനായ കൃഷ്ണൻ എന്ന്. അങ്ങനെ കൃഷ്ണനെ വധിക്കാനായിട്ട് അനേകം അസുരന്മാരെയൊക്കെ അയക്കുകയാണ് വൃന്ദാവനത്തിലേക്ക്. അതായത് ഓരോ അസുരന്മാരെ അയച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോരുത്തരെ കൃഷ്ണൻ അവിടെ വെച്ച് വധിക്കും. അങ്ങനെ കംസന്റെ ഉള്ളില് ഭീതി കൂടി വരികയാണ്. പിന്നീടാണ് കംസൻ ഒരു ഉഗ്രതയേറിയ ഒരു രാക്ഷസിയെ കൃഷ്ണനെ വധിക്കാനായിട്ട് വിടുന്നത്. ഈ രാക്ഷസിയാണ് പൂതന. പൂതന എങ്ങനെയാണ് കുട്ടികളെയൊക്കെ കൊല്ലുക എന്ന് വെച്ചു കഴിഞ്ഞാൽ തൻ്റെ മാറിൽ നിന്നുള്ള പാല് കൊടുത്തിട്ട്, അതായത് കുഞ്ഞിനെ മുലയൂട്ടിയിട്ടാണ് കുഞ്ഞുങ്ങളെ കൊല്ലാറുള്ളത്. ഈ മുലപ്പാലിൽ വിഷം പുരട്ടിയാണ് കുട്ടികൾക്ക് നൽകും. എന്നിട്ട് ആ വിഷം കുടിച്ചാണ് കുട്ടികൾ മരിക്കാറുള്ളത്. അപ്പോൾ പൂതനയാണ് കൃഷ്ണനെ കൊല്ലാനായിട്ട് അടുത്തതായിട്ട് വിടുന്നത്. ഈ പൂതന എന്ന് പറയുന്നത് ഭഗവാന്റെ 5ാമത്തെ അവതാരമായ വാമനമൂർത്തി അവതാരത്തിലെ മഹാബലി ചക്രവർത്തിയുടെ മകളായ രത്നമാലയുടെ അടുത്ത ജന്മമാണ് പൂതന. ഇത് എന്തുകൊണ്ടാണ് രത്നമാല ഇത്രയും സൽസ്വഭാവിയായ രത്നമാല ഒരു അസുര സ്ത്രീയായിട്ട് ജനിക്കാനായിട്ട് കാരണം എന്ന് വെച്ചാൽ ഭഗവാനെ ഒരു നിമിഷം വിഷം കൊടുത്തു കൊല്ലാൻ എന്നുള്ളൊരു ചിന്ത രത്നമാലയുടെ ഉള്ളിൽ വന്നു. അത് ഒരിക്കലും ഒരു മനുഷ്യനായിരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ചിന്തിക്കാൻ പാടില്ലാത്ത ഒരു കാര്യമാണ്. അതായത് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഭഗവാനെ തന്നെ വിഷം കൊടുത്ത് വധിക്കാനായിട്ട് ഒരു ചിന്ത വരിക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്ത്രീക്കോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ ചേർന്ന ഒരു ചിന്തയല്ല. അതുകൊണ്ട് മാത്രമാണ് അടുത്ത ജന്മത്തിൽ ദ്വാപര യുഗത്തിൽ ഇവിടെ പൂതനയായിട്ട് ജനിക്കുന്നത്. പിന്നെ ഇവിടെ പൂതന ഭഗവാനെ വധിക്കാനായിട്ട് ശ്രമിക്കുന്നത് മുലയൂട്ടിയിട്ടാണ്. അതെന്താണ് കാരണം, അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ശ്രമം എന്ന് വെച്ചാൽ പൂർവ്വജന്മത്തിൽ രത്നമാലയ്ക്കുള്ള ആഗ്രഹമായിരുന്നല്ലോ ഭഗവാനെ ഒന്ന് മടിയിലിരുത്തി മുലയൂട്ടി സ്നേഹിച്ച് ഒന്ന് തല മാടിക്കൊടുക്കുകയൊക്കെ വേണമെന്ന് ഒന്ന് ആഗ്രഹിച്ചു പോയല്ലോ. ഭഗവാനെ ഒന്ന് സ്നേഹിച്ചില്ലേ, അപ്പോൾ ആ സ്നേഹത്തിന് ഭഗവാൻ കൊടുക്കുന്ന വലിയൊരു പ്രത്യുപകാരമാണ് പൂതനയ്ക്ക് തൻ്റെ കൈകൊണ്ട് തന്നെ മൃത്യു. അതെങ്ങനെയാ? തന്നെ അടുത്ത് പിടിച്ചിരുത്തി മാറോട് ചേർത്ത് പിടിച്ച് മുലയൂട്ടിയിട്ടുള്ള ആ ഒരു മരണം എന്ന് പറയുന്നത്. അങ്ങനെ പൂതനയും ഇവിടെ വൃന്ദാവനത്തിലേക്ക് പോകുന്നുണ്ട്. ഭഗവാനെ കൊല്ലാനുള്ള പദ്ധതി ഇട്ടിട്ടാണ് പൂതന പോകുന്നത്. അങ്ങനെ ഭഗവാൻ അവിടെ വൃന്ദാവനത്തിൽ ജനിച്ചിരിക്കുകയാണല്ലോ. അപ്പൊ അത്രയും തേജസ്സുള്ള കുട്ടിയെ കാണാൻ അനേകം സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാരൊക്കെ വരാറുണ്ടായിരുന്നു. ഇവരുടെയൊക്കെ ബന്ധുജനങ്ങളൊക്കെ വരാറുണ്ടായിരുന്നു. അപ്പൊ പൂതന വൃന്ദാവനത്തിലേക്ക് പോകുന്നത് അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ രൂപം എടുത്തുകൊണ്ടാണ്. ആരും കണ്ടാലും ആ സ്ത്രീയെ കണ്ടാലും അത്ര അധികം ഒരു തേജസ്സും വളരെയധികം അത്രയും ഒരു നമുക്കൊരു സ്നേഹമൊക്കെ തോന്നും ആ ഒരു സ്ത്രീയെ കാണുമ്പോൾ. അങ്ങനെ ഒരു രൂപം എടുത്തിട്ടാണ് പൂതന വൃന്ദാവനത്തിലേക്ക് പോകുന്നത്. വൃന്ദാവനത്തിലെത്തി അവിടെ നന്ദഗോപരുടെ കൊട്ടാരത്തിൽ എത്തുകയാണ് പൂതന. അപ്പോൾ നന്ദഗോപരുടെ കൊട്ടാരത്തിൽ അവിടെ ആൾക്കാരൊക്കെ എന്താ പറയുക കാവൽക്കാരൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചോദിക്കുക എങ്ങോട്ട് പോവുകയാണ്, കുട്ടിയെ കാണാനായിട്ട് വന്നതാണ്, ഉണ്ണിക്കണ്ണനെ കാണാനായിട്ട്, അതായത് കൃഷ്ണനെ കാണാനായിട്ട് വന്നതാണ് എന്നൊക്കെ പറയും. അങ്ങനെ യശോദാ മാതാവിൻ്റെ അടുത്ത് ഇവർ പോയി പറയുമ്പോൾ യശോദാ മാതാവ് ഇങ്ങനെ കാണാനായിട്ട് വരും. അപ്പോൾ പൂതനയാവട്ടെ അതിസുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീ രൂപമാണ് പ്രാപിച്ചിരിക്കുന്നത്. അപ്പോൾ പൂതനയെ കാണുമ്പോൾ യശോദാദേവിക്കും വളരെയധികം സ്നേഹവും ഒരു സഹോദരി വാത്സല്യമൊക്കെ തോന്നി തുടങ്ങി. അങ്ങനെ പൂതനയെ ഉള്ളിലേക്ക് കടത്തിവിട്ടു. അങ്ങനെ പൂതനയാവട്ടെ ഉണ്ണിക്കണ്ണനെ എടുക്കുന്നുണ്ട്. തൊട്ടിലെ കടക്കുകയാണല്ലോ നമ്മുടെ ഉണ്ണിക്കണ്ണൻ. പീലി തിരുമുടിയൊക്കെ ചൂടി അങ്ങനെ അതിമനോഹരമായി മഞ്ഞപ്പട്ടൊക്കെ അണിഞ്ഞ് അരയിലേക്ക് ഇങ്ങനെയൊക്കെ ചാർത്തി അത്ര ആര് കണ്ടാലും മോഹിച്ചു പോവും അതുപോലൊരു കുട്ടിയെ എടുത്തൊന്ന് കൊഞ്ചാൻ.
അപ്പോൾ ഈ ഒരു രൂപം കാണുമ്പോൾ പൂതനയ്ക്കും തോന്നുകയാണ് ഒന്ന് എടുത്തൊന്ന് കൊഞ്ചാൻ, ഒന്ന് ലാളിക്കാൻ. പൂതന പോലും മറന്നുപോയി ഇത്രേ, കൊല്ലാനാണ്, അതായത് കൃഷ്ണനെ കൊല്ലാനാണ് അവിടെ എത്തിയത് എന്നുള്ളത് ഭഗവാനെ കണ്ടപ്പോൾ പൂതന സ്വയം മറന്നുപോയി എന്നാണ് പറയുന്നത്. കുറച്ച് നിമിഷങ്ങളിലേക്ക് പൂതന ആ കുഞ്ഞിനെ എടുക്കുകയും ലാളിക്കുകയും അനേകം മുത്തം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ പൂതനയുടെ ഈ സ്നേഹം കണ്ടിട്ട് യശോദാമാതാവിന് വളരെയധികം സ്നേഹവും സന്തോഷവും ഒക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ എന്തോ ഒരു ചെറിയ തിരക്കിൽപ്പെട്ട് യശോദാ മാതാവ് ഒരു 5 നിമിഷം പൂതനയുടെ കയ്യില് കുഞ്ഞിനെ നൽകി അന്ന് അടുക്കള വരെ പോയി. ആ ഒരു സമയത്താണ്, ആ ഒരു തക്കം നോക്കിയാണ് പൂതന കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എങ്ങോട്ട് പോകുന്നത്? വൃന്ദാവനത്തിന്റെ അടുത്ത് സമീപമായിട്ടുള്ള ഒരു വലിയ വനമുണ്ട്, ഒരു വലിയ കാട്. അതിന്റെ ഉള്ളിലേക്ക് പൂതന കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഓടുകയാണ്. കാടിന്റെ ഉള്ളിൽ വെച്ച് വിഷം പുരട്ടിയ ആ ഒരു പാല് കുഞ്ഞിന് നൽകുകയാണ് പൂതന. ഭഗവാനാവട്ടെ ആ ഒരു പൂതനയോട് ചേർന്നിരുന്ന് ആ പാല് കുടിക്കാനായിട്ട് തുടങ്ങി. ഭഗവാൻ പാല് കുടിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ പൂതന ഇങ്ങനെ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാല് കുടിക്കുന്നതിലൂടെ ആ നിമിഷം കൃഷ്ണന്റെ അന്ത്യമാണ്. മാത്രമല്ല കംസരാജാവിന്റെ മുന്നിൽ തനിക്ക് കിട്ടുന്ന പദവി എന്ന് പറയുന്നത് വളരെ വലുതായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പൂതന ഇങ്ങനെ കണക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഭഗവാനാവട്ടെ പൂതനയുടെ മാറിൽ അതികഠിനമായി കടിച്ച് വലിച്ച് പൂതനയ്ക്ക് അതിഭീകരമായ ഒരു വേദന അനുഭവിപ്പിച്ചാണ് പൂതന അങ്ങനെ മാറിടം പിളർന്നു പോവുകയാണ്. പൂതനയുടെ വേദന കൊണ്ട് സഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അങ്ങനെ പൂതന അവിടെ തൻ്റെ ആ സുന്ദരിയായ ആ രൂപത്തിൽ നിന്ന് വിട്ടുമാറി വലിയ ആ സ്വയം രൂപം പ്രാപിക്കുക, അതായത് പൂതനയുടെ യഥാർത്ഥ രൂപത്തിലേക്ക് വന്ന് അതികഠിനമായ വേദനയ്ക്ക് അനുഭവിച്ച് അവിടെ മരിച്ച് വലിയ ഒച്ചയൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഈ ഒച്ച കേട്ടിട്ട് ആ വൃന്ദാവനത്തിലെ എല്ലാ ആൾക്കാരും ആ ഒച്ച കേട്ട ആ ദിശയിലേക്ക് ഓടി വരികയാണ്. നോക്കുമ്പോണ്ട് ഇവിടെ പൂതന വലിയൊരു രാക്ഷസിയായിട്ടുള്ള ആ രൂപം അവിടെ അങ്ങനെ കടക്കുകയാണ്. ആ രൂപത്തിന്റെ മാറിടത്തിലാവട്ടെ ഭഗവാൻ ഉണ്ണിക്കണ്ണൻ കൃഷ്ണൻ ഇങ്ങനെ കടന്ന് കളിക്കുകയാണ്. അവിടെ മാറിടാവട്ടെ അവിടെ പൊട്ടി ചോരയൊക്കെ അങ്ങനെ വന്ന് വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥയിൽ, ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിലാണ് അവിടെ കിടക്കുന്നത്. ഇത് കാണുന്ന യശോദാ മാതാവ് വളരെയധികം പേടിച്ച് ഭയന്ന് ഓടിപ്പോയി ആ പൂതനയുടെ ശരീരത്തിന്റെ മേലെ നിന്ന് കുഞ്ഞിനെ ഇങ്ങനെ എടുത്ത് മാറോട് ചേർത്ത് പിടിച്ച് കരയുകയാണ്. ഏതൊരു അമ്മയ്ക്കായാലും അങ്ങനെ ആയിരിക്കില്ലേ തൻ്റെ കുഞ്ഞിനെ വളരെ വളരെ ഭീകരമായ ഒരു അവസ്ഥയിൽ നിന്ന് വീണ്ടെടുത്ത് കിട്ടുന്ന ആ ഒരു നിമിഷം എന്ന് പറയുന്നതും ഏതൊരു അമ്മയ്ക്കും വളരെയധികം വിലപ്പെട്ട ഒരു നിമിഷമായിരിക്കും. അങ്ങനെ വൃന്ദാവനത്തിലെ നിവാസികൾ ഇത്രയും ഭയാനകമായ ഇത്രയും വലിയ രൂപം കൊണ്ട് ആ ഒരു അസുര സ്ത്രീയായ പൂതനയുടെ ശരീരം വൃന്ദാവനത്തിൽ വെച്ച് തന്നെ കത്തിച്ച് കളയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഭഗവാന് രത്നമാല അത്ര വലിയൊരു സ്നേഹമായിരുന്നു കുറച്ച് നിമിഷത്തിലേക്ക് കൊടുത്തത്. രത്നമാലയ്ക്ക് വളരെ ഒരു മാതൃവാത്സല്യമായിരുന്നു ആ ഒരു വാമന രൂപം അവതാരത്തിനോട് കാണുമ്പോൾ തോന്നിയിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു കുഞ്ഞിനെ മടിയിലെടുത്ത് വെച്ച് മുലയൂട്ടാനായിട്ടൊരു സ്ത്രീക്ക് തോന്നിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ഉള്ളിലുള്ള മാതൃവാത്സല്യം എന്ന് പറയുന്നത് അത്രയും വലുതാണ്. അതേസമയം ആ കുഞ്ഞിനെ തന്നെ ഒരു സ്ത്രീക്ക് വധിക്കാനായിട്ട്, അതും വിഷം നൽകി വധിക്കാനായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ മനസ്സിലുള്ള ദുശ്ചിന്ത എന്ന് പറയുന്നതും അത്ര വലുതാണ്. ഇവിടെ ഭഗവാൻ പൂതനയുടെ ഈ രണ്ടവസ്ഥയും, അതായത് രത്നമാലയുടെ ഈ രണ്ടവസ്ഥയും പരിഗണിച്ചുകൊണ്ടാണ് അടുത്ത ജന്മത്തിൽ പൂതന എന്നൊരു അസുര സ്ത്രീയായിട്ട് രത്നമാലയ്ക്ക് ജന്മം കൊടുത്തത്. ഭഗവാനെ സ്നേഹിച്ചത് കൊണ്ട് ഭഗവാൻ തിരിച്ചും ആ സ്നേഹം നൽകി. ഭഗവാനെ വധിക്കണം എന്നുള്ള ചിന്ത പൂതനയുടെ, അതായത് രത്നമാലയുടെ മനസ്സിൽ വന്നതുകൊണ്ട് ഭഗവാൻ തിരിച്ചും ആ ഒരു നീക്കം തന്നെ തിരിച്ചും ഭഗവാൻ കൊടുത്തു. ഇവിടെ ഏറ്റവും വലിയൊരു സന്തോഷമായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു ധന്യമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏതൊരു ജന്മത്തിനും ഭഗവാന്റെ കൈകൊണ്ട് അന്ത്യം ലഭിക്കാൻ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഭാഗ്യമാണ്. ഭഗവാന്റെ കൈകൾ കൊണ്ട് മരണം ലഭിക്കുക എന്ന് പറയുന്നത്, ജനിക്കാൻ എളുപ്പമാണ്, മരിക്കാനാണ് ബുദ്ധിമുട്ട് എന്ന് നമ്മൾ പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ ജനിക്കാൻ എളുപ്പമാണ്, ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരു കുഞ്ഞു വരിക എന്ന് പറയുന്നത് എളുപ്പമാണ്. പക്ഷെ ആ ഒരു ജീവൻ പൊലിഞ്ഞു പോവുക, അല്ലെങ്കിൽ ആ ജീവനെ നല്ല പടിയിൽ അവസാനിപ്പിക്കുക എന്ന് പറയുന്നതാണ് വളരെയധികം കഷ്ടം. അത് ഭഗവാന്റെ കൈകൾ കൊണ്ട് സാധിച്ചു എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ധന്യത. ഈ ഒരു പൂതനയുടെ കാര്യം നോക്കുകയാണെങ്കിൽ പൂതനയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നതും ഭഗവാന്റെ കൈകൾ കൊണ്ട് മൃത്യു പ്രാപ്തമാക്കാനായിട്ട് സാധിച്ചു എന്നതാണ്.
ഇതാണ് പൂതനയുടെ കഥ. നിങ്ങൾക്ക് എല്ലാവർക്കും പൂതനയുടെ കഥ മനസ്സിലായി എന്നും ഇഷ്ടമായി എന്നും കരുതുന്നു. ഈ ഒരു കഥ ഞാൻ പറയാൻ ഇവിടെ കാരണം എന്ന് പറയുന്നത്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ അജയ് ആനിമേറ്റർ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് വരുന്ന കമൻസ് ആണ്. അപ്പോൾ ഞാനൊരു ഷോർട്ട് വീഡിയോ പൂതനയുടെ കഥയെക്കുറിച്ച് ഞാൻ ചെയ്തിട്ടുണ്ട്, ഒരു ഷോർട്ടായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഷോർട്ട് വീഡിയോ ഞാൻ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, അതായത് കൃഷ്ണ ഗായത്രി ഒഫീഷ്യൽ എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് നമുക്ക്, അതിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ വന്ന ഒരു കമൻറ്റ്, അത് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ള ഒരു കമൻറ്റാണ്. വളരെ സന്തോഷം, വളരെ നന്ദി അജയ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കമൻറ്റ് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തന്നെ കാരണം കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പ്രത്യേകം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ പറയുന്നു. കാരണം ഇങ്ങനെ എന്നെപ്പോലൊരു തുടക്കക്കാരിയായ ഒരു വ്യക്തിക്ക് ഇങ്ങനെ ആൾക്കാരുടെ സപ്പോർട്ട് ലഭിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് വളരെ നന്ദി അജയ്. ഭഗവാൻ ശ്രീകൃഷ്ണൻ അങ്ങയെ അനുഗ്രഹിക്കട്ടെ, അങ്ങയുടെ കുടുംബത്തെയും അങ്ങയുടെ ബന്ധുമിത്രാദികളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇനിയും നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ടാവും. അടുത്ത വീഡിയോയിലൂടെ കാണാം. സർവം ശ്രീകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീകൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ.